ബുദ്ധന്റെ ടീച്ചിങ്ങിനകത്തുള്ള ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിബ്ബാണ അഥവാ നിർവാണ അറ്റൈൻ ചെയ്യാന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ നിർവാണ അറ്റൈൻ ചെയ്യാം, അതാണ് ബുദ്ധമതത്തിനകത്തുള്ള ഒബ്ജക്റ്റീവ് പറയുന്നത്. എന്തിനാണ് ഞങ്ങൾ ബുദ്ധമതം ഫോളോ ചെയ്യുന്നത്, എന്തിനാണ് ഞങ്ങൾ ബുദ്ധമതം പഠിപ്പിക്കുന്നത്? ഇൻ ഓർഡർ ടു അറ്റൈൻ നിർവാണ. എങ്ങനെ നിർവാണ അറ്റൈൻ ചെയ്യാം? നിർവാണം എന്ന് വെച്ചാൽ അറിയാലോ, ബോധോദയം ലഭിക്കുക എന്നൊരു കോണ്ടെക്സ്റ്റ് ആണ്. അത് ലഭിക്കണം എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ലഭിക്കാൻ കഴിയും? ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ബുദ്ധാസ് ടീച്ചിങ്സ്. ആൻഡ് ബുദ്ധൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ഫോളോ മധ്യം മാർഗം. രണ്ട് എക്സ്ട്രീമിറ്റീസും നമുക്ക് പാടില്ല. മധ്യം മാർഗമായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. എക്സ്ട്രീം ആയിട്ടുള്ള ലക്ഷൂറിയസ് ലൈഫും പാടില്ല, എക്സ്ട്രീം ആയിട്ടുള്ള പെനൻസും പാടില്ല. രണ്ടിനെയും ഇടയിൽ മധ്യം മാർഗം ഫോളോ ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ജൈനമതം വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ജൈനമതം കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള പെനൻസ് ഫോളോ ചെയ്യുന്നൊരു മതമാണ്. അൾട്ടിമേറ്റ് പെനൻസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ മരിച്ചു പോകുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ്, അത്രയും ഹാർഷായിട്ടുള്ളവർ ചില ഇതൊക്കെ ചെയ്യാറുണ്ട്, ചില പ്രാക്ടീസസ് ഒക്കെ ചെയ്യാറുണ്ട് ജൈനമതം. ബുദ്ധമതം അത്രയും ഇഷ്യൂസ് ഉള്ള ചില പ്രാക്ടീസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് മധ്യം മാർഗം ഫോളോ ചെയ്യാനാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. രണ്ട് സെറ്റും ഒരേ സമയത്ത് വന്നാണെങ്കിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് ബുദ്ധമതവും ജൈനമതവും തമ്മിൽ. ഒന്ന് നോട്ട് ചെയ്തേക്കാം. കട്ട്. Next is Buddhist Sangha.
നമ്മൾ പറഞ്ഞു ബുദ്ധിസ്റ്റ് സംഘ എന്ന് വെച്ചാൽ ഒരു മൊണാസ്റ്റിക് ഓർഡർ ആണ് അല്ലെ. ബുദ്ധിസ്റ്റ് മങ്സും നൺസും സന്യാസിമാരും സന്യാസിനിമാരും ഒക്കെ ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബുദ്ധിസ്റ്റ് സംഘയ്ക്കകത്ത് 2 ടൈപ്പ് ഓഫ് ഡിസൈപ്പിൾസ് ആണുള്ളത്. ഓക്കെ, ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറയുമ്പോൾ 2 കൈൻഡ് ഓഫ് ഡിസൈപ്പിൾസ് ഉണ്ട്. വൺ ഇസ് ഭിക്ഷൂസ്. ഭിക്ഷൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ സന്യാസിമാരെന്നൊക്കെ പറയില്ലേ, അവര് ഭിക്ഷൂസ്. 2 ലേ വർഷിപ്പേഴ്സ് അഥവാ ഉപാസികാസ് എന്ന് പറയും. ഭിക്ഷൂസ് ആൻഡ് ഉപാസികാസ് 2 ടൈപ്പ് ഓഫ് ഡിസൈപ്പിൾസ്, ബുദ്ധിസ്റ്റ് ഡിസൈപ്പിൾസ് നമുക്കുണ്ട്. വൺ ഇസ് ഭിക്ഷൂസ്. ഭിക്ഷൂസ് എന്ന് വെച്ചാൽ പക്ക സന്യാസിമാരായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഈ പറഞ്ഞ ഉപാസികാസ്, ദാറ്റ് ഇസ് ലേ വർഷിപ്പേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ബുദ്ധമതം ഫോളോ ചെയ്യുന്നു വരുക, ഞാൻ സന്യാസി അല്ല, പക്ഷെ ബുദ്ധമതം ഫോളോ ചെയ്യുന്ന സാധാരണക്കാരനാണെങ്കിൽ എന്നെ ഉപാസികാസ് എന്ന് വിളിക്കും. പകരം ഞാൻ ബുദ്ധമതം സ്വീകരിച്ച ഒരു സന്യാസിയായിട്ട് മാറുകയാണെങ്കിൽ എന്നെ ഭിക്ഷൂസ് എന്ന് പറയപ്പെടും. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഈ പറഞ്ഞ ഡിസൈപ്പിൾസ് ആണുള്ളത്. ഈ ഭിക്ഷൂസ് ആണ് ഇതിനകത്ത് മെയിൻലി സംഘക്കകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനൊരു ലേ വർഷിപ്പർ ആണെങ്കിൽ, ഉപാസികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, സംഘക്കകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കകത്ത് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാനൊരു സന്യാസി ആണെങ്കിൽ ഞാൻ എന്തായാലും അതിനകത്ത് ജോയിൻ ചെയ്യണം. ഭിക്ഷൂസ് ആണ് കൂടുതലും സംഘ എന്ന് പറയുന്ന ഓർഡറിനകത്ത് കാണാൻ സാധിക്കുക. ആൻഡ് അതിന്റെ മെമ്പർഷിപ്പ് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാമെന്ന രീതിയിലാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓഫ് സെക്സ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷെ ചില ക്രൈറ്റീരിയാസ് വയ്ക്കുന്നുണ്ട്. അതായത് രാജാവിനെ സെർവ് ചെയ്യുന്ന ആൾക്കാർ, ഈ സ്ലേവുകളായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ, സ്ലേവ്സ്, അല്ലെങ്കിൽ രാജാവിനെ സെർവ് ചെയ്യുന്ന ആൾക്കാരോ, കടത്തിന് മേലിൽ നിൽക്കുന്ന ആൾ, കടം മേടിച്ച് കടം കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരോ, ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്കോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സംഘയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ രാജാവിനെ സെർവ് ചെയ്യുന്ന ലൈക്ക് എ സ്ലേവ്, അവർക്കോ ഡെപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്കോ ഒന്നും ഈ ഒരു സംഘക്കകത്ത് ജോയിൻ ചെയ്യാൻ കഴിയില്ല. ആൻഡ് സംഘ വെയർ ഓർഗനൈസ്ഡ് മോർ ഓൺ ഡെമോക്രാറ്റിക് ലൈൻസ്. സംഘക്കകത്തുള്ള ഓർഗനൈസേഷൻ കുറച്ച് ഡെമോക്രാറ്റിക് ലെവലിലാണ്. അത് എലക്ഷൻ പോലെയൊക്കെ ചെറിയ നടത്തി വോട്ടിംഗ് വഴിയാണ് എൻ്റെ ഹെഡിനെയൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. ഓക്കെ, അങ്ങനെയാണ് ഈ സംഘ വർക്ക് ചെയ്യുന്നത്. സംഘ നോർമലി സന്യാസിമാരുടെ ഒരു കൂട്ടമാണ്. അതായത് ഇതുപോലെ മെഡിറ്റേഷൻ, പ്രയർ, ഇതെല്ലാം അവർ ഈ ഒരു ഓർഡർ വഴി ചെയ്യുന്നുണ്ടാവും. ബുദ്ധമതം പോപ്പുലറൈസ് ചെയ്യുന്നതും ഇവരൊക്കെ തന്നെ ആയിരിക്കും. ആൻഡ് ഇവരുടെ ഓരോ ഓർഡേഴ്സിനും ഓരോ സംഘയും ചില രാജാക്കന്മാരെ സ്പോൺസർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ചില അസംബ്ലീസ്, ചില കിങ്സ് പാട്രണൈസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. ഈ സംഘയ്ക്ക് സാധാരണയായിട്ട് കാണാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് എല്ലാ 2 ആഴ്ച കൂടുന്ന സമയത്ത്, എവറി ഫോർട്ട്നൈറ്റ് എന്ന് വെച്ചാൽ 2 ആഴ്ച, 1 in 2 weeks, ഫുൾ മൂൺ, ന്യൂ മൂൺ ഡേയ്സിന്റെ സമയങ്ങളിൽ ഇവർ ഉപവസത എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇവർ ഉപവസത എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യും. വേറൊന്നുമല്ല, ഈ 2 ആഴ്ച ഇവർ ചിലപ്പോൾ അസംബ്ലി ഒന്നും കൂടിയിട്ടുണ്ടാവില്ല. 2 ആഴ്ച ഇവർ അലഞ്ഞു നടക്കുന്ന മങ്സ് ആയിരിക്കും. ഓക്കെ, 2 ആഴ്ച കൂടുമ്പോൾ ഇവർ ഒത്തുകൂടുന്നു, ഉപവസത എന്ന് പറയുന്നൊരു പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ 2 ആഴ്ച കാലഘട്ടം ഇവര് എന്തെങ്കിലും നിയമങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ഉപവസത സെഷനിൽ വെച്ച് കൺഫസ് ചെയ്യണം. ഓക്കെ, അത് ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് നാടുവിട്ട് അല്ലെങ്കിൽ വാൻഡ്രിയൊന്നും ജയിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവർ എന്തെങ്കിലും നിയമങ്ങൾ, ബുദ്ധിസ്റ്റ് സംഘ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കോഡ് ഓഫ് കണ്ടക്റ്റോ എവിടെയെങ്കിലും ബ്രീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവർ എന്ത് ചെയ്യണം, വന്നിട്ട് കൺഫസ് ചെയ്യണം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഉപവസത എന്ന് പറഞ്ഞൊരു അസംബ്ലിയിൽ വെച്ചിട്ട്. ആൻഡ് ഇവിടെ വെച്ച് വിനയപിതാക എന്ന് പറയുന്ന ഒരു ലിറ്റററി ടെക്സ്റ്റ്, നമ്മൾ ബുദ്ധിസ്റ്റിനകത്ത് ത്രിപിതാകാസ് എന്ന് പറയുന്ന 3 ടെക്സ്റ്റിലുണ്ട്. സൂത്തപിതാക, വിനയപിതാക, അഭിധമ്മ പിതാക, 3 പിതാകാസ് ഓഫ് ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. ഈ വിനയപിതാക എന്ന് വെച്ചാൽ കൂടുതലും റൂൾസും കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ മെൻഷൻ ചെയ്യുന്ന ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിൽ പറയുന്ന റൂൾസ് ഇവിടെ വെച്ച് വായിക്കും. എന്നിട്ട് ആരെങ്കിലും ഈ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൺഫസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബുദ്ധിസ്റ്റ് സംഘ കുറച്ചുകൂടി എന്താണ് ഡെമോക്രാറ്റിക് രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബുദ്ധിസ്റ്റ് സംഘ വർക്ക് ചെയ്യുന്നത്. തുടക്കത്തിൽ സ്ത്രീകൾക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, പണ്ട് ബുദ്ധൻ തുടങ്ങിയ സമയത്ത്, ബുദ്ധിസ്റ്റ് സംഘ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ബുദ്ധന്റെ ഡിസൈപ്പിൾസ് ആയിരുന്ന ആനന്ദ, ഉപാളി, ഇങ്ങനെ കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു ബുദ്ധന്. ആനന്ദ, ഉപാളി, ഇവരുടെയൊക്കെ നിർദ്ദേശം പ്രകാരം ബുദ്ധൻ പിന്നെ സ്ത്രീകളെ കൂടി ബുദ്ധ സംഘക്കകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു എന്നാണ്
പറയപ്പെടുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കാം.